എനിക്ക് കടൽ ഒരുപാട് ഇഷ്ടം. അതെന്താ അങ്ങനെ? കടലിലാണല്ലോ മുത്തുള്ളത്. സൂപ്പർ സ്റ്റാർ രജനികാന്ത് പോലും എനിക്ക് ഒരുപാട് ഇഷ്ടം. അദ്ദേഹം അഭിനയിച്ച പടത്തിന്റെ ഒരു മുത്തു എന്നാണ്. അതുകൊണ്ടൊന്നല്ല, അദ്ദേഹത്തിന്റെ കളറും എന്റെ ലവറിന്റെ കളറും ഒന്നല്ലേ? അതുകൊണ്ടാ. വാ പോവാ. മിസ്റ്റർ കുമരൻ, പ്ലീസ് ഓൺ ദ FM. ഇംഗ്ലീഷോ? നിനക്ക് ഇച്ചിരി ഓവറായിട്ട് തോന്നുന്നില്ല പെണ്ണെ? ഒന്ന് വാടാ. എടാ, നീ നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ, നിനക്കൊരു ജീപ്പ് എടുത്താലോ? അല്ല, അതിന് പണം ആരാ തരാ? കുറി എടുക്കാം. ഇപ്പൊ തന്നെ കുറച്ചായിട്ട് പൈസ ചേർത്ത് കുറിയിൽ ചേരാം. പിന്നെ പോരാത്ത പൈസക്ക് ലോൺ എടുക്കാം. ഭാവി തീരുമാനങ്ങളൊക്കെ സ്ട്രോങ് ആണല്ലോ. എടാ, വണ്ടി നിർത്തിക്ക. അത് മൂപ്പനല്ലേ? നിർത്ത്. എന്തിനാ മക്കളെ വണ്ടി നിർത്തിയത്? മൂപ്പൻ കയറിക്കേ. ഇവിടുന്ന് ഈ കേറ്റങ്ങ് കയറി എന്റെ വീടെത്തില്ലേ? നിങ്ങള് വിട്ടോ മക്കളെ. എന്താ മൂപ്പ ഇത്? വന്ന് കേറ്. അതിങ്ങോട്ടൊന്ന് തരൂന്നേ. ശരി പതുക്കെ അതിങ്ങോട്ട് താ. നീയും വണ്ടിയൊക്കെ ഓട്ടാൻ തുടങ്ങിയോ? അതെ മൂപ്പ. പതുക്കെ ഓട്ടിച്ച് ഞങ്ങളെ കൊണ്ടുപോയി വിട്ടേ. സാർ, ഇയാളാണ് മൂപ്പൻ. സാറേ നമസ്കാരം, ഞാൻ ഇവിടുത്തെ കലക്ടറാണ്. ഇരിക്കൂ. അവിടെ വെച്ചേ. നിങ്ങളെല്ലാവരെയും ഇവിടുന്ന് മാറാൻ വേണ്ടിയുള്ള വിവരം അറിയിച്ചിരുന്നു. എന്നാൽ കൊടുത്ത സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ഗ്രാമം വിട്ട് പോകാതെ സർക്കാരിന്റെ തീരുമാനത്തെ ധിക്കരിച്ചിരിക്കുന്നു. സാറേ, നിങ്ങളൊരു വലിയ അധികാരിയാണ്, ഒരുപാട് പഠിപ്പുണ്ട്. ഞങ്ങളെക്കാളും ലോകം കണ്ടവൻ. ഞങ്ങൾ എല്ലാവർക്കും ആകെയുള്ളൊരു സ്വന്തം ഈ മണ്ണാണ്. ഈ മണ്ണ് ഒഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും. എന്റെ സാറേ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സർക്കാർ പറഞ്ഞത് ഞാൻ അനുസരിച്ചേ പറ്റൂ. സാറേ, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് സർക്കാർ ഞങ്ങളോട് പോകാൻ പറഞ്ഞ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ എന്നെ കയർക്കണോ? ഉണ്ടാതിരിക്കേ. ഒരു കാര്യം പറയട്ടെ, ഇത് വഴക്കൂടുന്ന കാര്യമില്ല. ശാന്തമായി സംസാരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ സംസാരിക്കാനാ? വയസ്സന്മാരും കുട്ടികളും ഇവരൊക്കെ പെട്ടെന്ന് എങ്ങോട്ട് മാറും? എല്ലാം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായി പറയുന്നത്. എന്ത് സുരക്ഷിതത്വന്നോ? ഞങ്ങളോട് ഞങ്ങൾക്കില്ലാത്ത വിവരത്തിൽ നിങ്ങൾക്ക് എന്തിനാ സാറേ? നിങ്ങൾ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ വേറെ വല്ല ഉദ്ദേശമുണ്ടോ? നേരാമണ്ണം പറഞ്ഞ മനസ്സിലാവൂലേ? എന്താ സാറേ, പേടിപ്പിക്കാണ്. വെറുതെ ഓരോരുത്തരൊന്നും പറയരുതേ. ഇതിലും മീതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാർ എന്നൊക്കെ പറയുന്നല്ലോ, നമ്മളെല്ലാവരും ഒന്നു ചേർന്നാലും സർക്കാർ ആവുള്ളൂ. അതെ, നീ ചെറിയ കുട്ടിയാ, ഇതിലൊന്നും തലയിടണ്ട. പോയേ. എന്താ മൂപ്പൻ പോയി കളഞ്ഞു? എങ്ങോട്ട് പോവാനാ സാറേ? സാറേ, ഈ നാട് എന്നോട് ഒരുപാട് ഇഷ്ടവും ബഹുമാനവും ഉണ്ട്. ഞാൻ പറയുന്നത് എന്തും അവർക്ക് വേദവാക്കാണ്. ഞാൻ നിങ്ങളുടെ മൂപ്പനിപ്പോ പറയുന്നു, നമ്മൾ ഈ മണ്ണിനെ വിട്ട് പോകുന്നു. അതെ, ഇതാ സാറേ വിഷം. ഇത് ആഘോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കഞ്ഞിയായിരുന്നു. ഇത് അതിൽ കലർത്തി ഞങ്ങളെല്ലാരും ഞങ്ങൾക്ക് ഒന്നേക്ക്. ഈ മണ്ണെന്നല്ല, ഈ ഭൂമി വിട്ട് തന്നെ ഞങ്ങളെല്ലാവരും പോയേക്കാം.
ജീവനില്ലാത്ത ദൈവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങൾക്കെപ്പോഴും ജീവനുള്ള ദൈവം ഞങ്ങളുടെ മൂപ്പനാണ്. ഞങ്ങളുടെ ധൈര്യം മുഴുവനും മൂപ്പൻ മാത്രമാണ്. ഞങ്ങളുടെ മൂപ്പന്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന കളക്ടർ തിരികെ പോയി. ദൈവമേ, ഞങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളെല്ലാം മൊത്തം മാറിയെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. പക്ഷെ ആ സന്തോഷം 2-3 ദിവസം പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. നിൽക്കട്ടെ മോളെ, പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി. ഒരു മിനിറ്റ്. ഇനി പറഞ്ഞ ചെമ്പരത്തി, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ജനങ്ങളെന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഒരു പുതിയ പ്രശ്നം വന്നു. എന്തോ നാടി, കൂലി കിട്ടുന്ന ദിവസം കൊണ്ട് പെട്ടെന്ന് ജോലി തീർത്ത് പോവാണോ? ഒന്ന് പോടി. ഞാൻ പഠിപ്പില്ലാത്തതുകൊണ്ട് ഇവിടെ ജോലി നോക്കുന്നു. കുട്ടികളെ പഠിപ്പിക്കാന്ന് വെച്ചാൽ പുസ്തകം വാങ്ങണമെന്നൊക്കെ പറയുന്നു. പുസ്തകം ഇല്ലെന്ന് പറഞ്ഞ എന്റെ കുട്ടികൾ 3 ദിവസമായിട്ട് ക്ലാസ്സിന് പുറത്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് വേഗം ചെന്ന് പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം. എടീ, നിന്റെ വീട്ടില് ഒരുപാട് കഷ്ടപ്പാടാന്ന് കേട്ടല്ലോ. എനിക്ക് കാശ് കിട്ടിയ വല്ലതും തരാം കേട്ടോ. ധൃതിയില്ല, പതുക്കെ തന്നാ മതി. ഇല്ലേലും കുഴപ്പമില്ല. എടോ, തന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? എന്റെ ഭർത്താവ് സ്ഥലത്തിലെന്ന് പറഞ്ഞ് വെറുതെ വേഷം കെട്ടരുത്. ഒറ്റ വീക്ക് വെച്ചാലുണ്ടല്ലോ. എടോ മനുഷ്യ, എന്തോന്നാ ഇവിടെ കിടന്ന് വാചകം അടിക്കുന്ന? മര്യാദക്ക് വേഗം ചെന്ന് വീട്ടിലെ പണി നോക്കും മനുഷ്യ. വേഗം ചെല്ലേ. വേണോ? നിന്റെ പണമൊന്നും എണ്ണി നോക്കി 200 രൂപ കൂടുതലുണ്ടല്ലോ. ശരിയാണല്ലോ, 200 രൂപ കൂടുതലായിട്ടുണ്ട്. തിരിച്ചു കൊടുക്കട്ടെ? വേണ്ട വേണ്ട, അവര് ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി. ഇപ്പം വെച്ചേക്ക് മിണ്ടണ്ട. അത് വേണ്ടെന്നേ, അവരുടെ കാശ് നമുക്കെന്തിനാ, അങ്ങോട്ടും എന്ന് കൊടുത്തേക്കാം. 12, എനിക്കും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാശിൽ 200 രൂപ കൂടുതലുണ്ട്. ഇതാ. അതിരിക്കട്ടെ, മുതലാളിയാണ് എല്ലാവർക്കും 200 രൂപ അധികം കൊടുക്കാൻ പറഞ്ഞു. മുതലാളി, ഞങ്ങൾ കൂലി കൂട്ടിച്ചോദിക്കാൻ നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കി മുതലാളി തന്നെ അത് ചെയ്തു. ഈ നല്ല മനസ്സിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാ എല്ലാം ഒന്നായിട്ട് വരും. മുതലാളി, സത്യത്തിലൊന്നും മനസ്സിലാവുന്നില്ല. ഈ എസ്റ്റേറ്റ് ഒക്കെ ഫോറസ്റ്റ് ആക്കാൻ പോവാ. വേഗം എസ്റ്റേറ്റ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി സർക്കാർ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അങ്ങുന്നേ. ഇത് മൃഗങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണത്രേ, മനുഷ്യരുടെ വാസസ്ഥലമല്ലാത്രേ. അതുകൊണ്ട് ഈ സ്ഥലം കൈവശപ്പെടുത്താന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സാറേ, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാ. ഞങ്ങളെ വിഷമിപ്പിക്കരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്യ് സാറേ. തടഞ്ഞു നിർത്താൻ ഒരുപാട് ശ്രമിച്ചതാകുമര. ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് സർക്കാരിനെ എതിർത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ എസ്റ്റേറ്റിന് വേണ്ടി പോരാടിയ സ്വാർത്ഥനാന്ന് കരുതും. അങ്ങനെ പറഞ്ഞ ഞങ്ങളൊക്കെ എങ്ങോട്ടാ സാറേ പോവാ? നിങ്ങൾ എന്റെ വിശ്വസ്തരല്ലേ, നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കോ? എന്റെ ഇഞ്ചിത്തോട്ടത്തിൽ ജോലിയുണ്ട്. എന്താന്ന് വെച്ചാ എല്ലാവർക്കും ഒന്നിച്ച് ജോലി തരാൻ പറ്റിയെന്ന് വരില്ല. ആഴ്ചയിൽ 3 ദിവസം ജോലി തരാൻ കഴിയും. നിങ്ങളത് മാറി മാറി ചെയ്തോളൂ. അതിനുള്ളിൽ വേറെന്തെങ്കിലും മാർഗം നോക്കാം. ഇതിന്റെ പേരിൽ ആരും വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ.